2030 ലക്ഷ്യമിട്ട് 30 പദ്ധതി പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ നഗരസഭയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. വാർത്താ സമ്മേളനത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. 30 വർഷത്തെ നഗരസഭയിലെ LDF ഭരണം പെരിന്തൽമണ്ണയെ പുരോഗതിയിലേക്ക് എത്തിച്ചെന്ന് ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. നഗരസഭയെ MLAയും നേതാക്കളും മോശമായി ചിത്രീകരിക്കുകയാണെന്നും നഗരസഭയിലെ ജനങ്ങളെക്കുറിച്ച് MLAയ്ക്ക് ഒന്നും അറിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വികസന ക്ഷേമ മുന്നേറ്റങ്ങളുടെ 3 പതിറ്റാണ്ട് LDF തുടരും എന്ന് എഴുതിയ പ്രകടന പത്രികയിൽ വിഷൻ 2030 വീക്ഷണത്തോടെ 4 മേഖലകളിൽ 30 പദ്ധതികളാണ് LDF പ്രഖ്യാപിച്ചത്. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കൽ, നഗരത്തിലെ 32 റോഡുകളുടെ നവീകരണം, മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് 2ാം ഘട്ട നിർമ്മാണം, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിനോദ പാർക്കുകൾ, നഗരത്തിലെ 4 റോഡുകളുടെ നവീകരണം, കുളിർമല ടൂറിസം പദ്ധതി, IT വ്യവസായ പാർക്ക്, 5 വർഷം കൊണ്ട് 5000 പേർക്ക് തൊഴിൽ, നെഹ്റു സ്റ്റേഡിയത്തിൽ സ്പോർട്സ് അക്കാദമി, സ്പോർട്സ് കോംപ്ലക്സ്, മാലിന്യ സംസ്കരണ പ്ലാന്റ് വിപുലീകരണം, ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ മേൽനടപ്പാലം തുടങ്ങിയ 30 പദ്ധതികളാണ് LDF പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയും നടപ്പാക്കി. നമ്മുടെ നഗരസഭയാണ് സംസ്ഥാനത്ത് എത്ര നഗരസഭ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 87 നഗരസഭ. ആ നഗരസഭകളിൽ സമ്പൂർണ്ണമായി പാർപ്പിടം പ്രശ്നം പരിഹരിച്ച നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിന്തൽമണ്ണ നഗരസഭ. നമ്മുടെ നഗരസഭക്കാണ് സംസ്ഥാന ലൈഫ് മിഷൻ ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ലഭ്യമായി. അപ്പോൾ ലൈഫിലാണ് നമ്മൾ വീട് കൊടുത്തിട്ടുള്ള കുറേ നഗരസഭകളുണ്ട്. പക്ഷെ വീട് സ്ഥലമില്ലാത്തവർക്ക് ഫ്ലാറ്റ് ആദ്യമായി കൊടുക്കുകയും ചെയ്തിട്ടുള്ള നഗരസഭയാണ്. അപ്പം ലൈഫിലാണ് അത് പാർപ്പിട പ്രശ്നം പരിഹരിച്ചത്. ചെയർപേഴ്സൺ പി ഷാജി പ്രകടന പത്രികയിലെ പദ്ധതികൾ വിശദീകരിച്ചു. ഒരു പദ്ധതിക്കും നഗരസഭയുടെ ആസ്തി പണയപ്പെടുത്തിയിട്ടില്ല. നഗരസഭയ്ക്ക് ആസ്തി വർദ്ധിക്കുന്ന പദ്ധതികളാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ MLAയും UDF നേതാക്കളും കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണ്. 30 വർഷമായി ഒന്നും ചെയ്തില്ലെന്ന് പറയുന്ന MLAയ്ക്ക് പെരിന്തൽമണ്ണ നഗരസഭയിലെ ജനങ്ങളെ അറിയാത്തതുകൊണ്ടാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. പിന്നെ 30 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല പറഞ്ഞാൽ അത് ഈ അടുത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് തോന്നിയിട്ടില്ല. പെരിന്തൽമണ്ണയിൽ 30 വർഷമായിട്ട് ജീവിച്ച ആളുകളാണല്ലോ നമ്മളൊക്കെ. ഇവിടെ എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പെരിന്തൽമണ്ണ മാറിയ പോലെ മലപ്പുറം ജില്ലയിൽ ഏത് നഗരം മാറിയിട്ടില്ലേ? എന്താ ബഹുരാഷ്ട്ര അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ എന്താ പെരിന്തൽമണ്ണയെ തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ അവർ വലിയ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ പെരിന്തൽമണ്ണയെ തിരഞ്ഞെടുക്കുന്നത്? ഇവിടെ അതിനുള്ള പൊട്ടൻഷ്യലുള്ള ടൗൺ ആണെന്നും അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതുകൊണ്ട് UDF ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, UDF പ്രത്യേകിച്ച് MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ കൗൺസിലിനെതിരെ, സ്ഥാനാർത്ഥികൾക്കെതിരെ കള്ളപ്രചരണം നടത്തിക്കൊണ്ട്. ഇന്നലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയാനിരിക്കാം, വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഞാൻ 39 വർഷമായിട്ട് അവിടെ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അവിടെ UDFിൽ അനുഭാവിയായിട്ടുള്ള ഒരു വനിത പറഞ്ഞത്, എന്നെ കുറ്റം പറയാനാണ് വിളിച്ചെന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയല്ല നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടിട്ടുള്ള പാരമ്പര്യം ചരിത്രമുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ. ഇവിടെ ഈ ഒരു പ്രവണത കണ്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, 4 കൊല്ലമായിട്ടുള്ളൂ. ഇത് നമ്മളെ പെരിന്തൽമണ്ണക്ക് ഭൂഷണമല്ല. പെരിന്തൽമണ്ണ ചരിത്രം ഇതിന് വിരുദ്ധമാണ്. അത് മനസ്സിലാക്കാൻ നല്ലവരായ UDF, ലീഗ്, കോൺഗ്രസ് അണികൾ തയ്യാറാണ്. പെരിന്തൽമണ്ണയിൽ നിലവിലുള്ള ഒരു സംവിധാനമുണ്ട്, UDF സംവിധാനം. അവർ വളരെ മാന്യമായിട്ടാണ് കഴിഞ്ഞ എല്ലാ കാലത്തും, ഞങ്ങൾക്കൊരു ധാരണ, പെരിന്തൽമണ്ണ വള്ളുവനാടിൻ്റെ പ്രത്യേകത, വളരെ രാഷ്ട്രീയം മാന്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിലാണ് വളരെ മോശപ്പെട്ട ചില വാക്കുകളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു വാക്ക് നിങ്ങളെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്, മറ്റാരും പറഞ്ഞല്ല, UDFകാർ പറഞ്ഞല്ല, MLA പറഞ്ഞ വാക്ക് CPMന്റെ ഭരണത്തെ കുഴിച്ചു മൂടുന്നതാണ്. അങ്ങനത്തെ ഒരു വാക്ക് ഇവിടെ കോൺഗ്രസോ ലീഗോ ഒന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തിരിച്ചവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരസ്പരം മാന്യമായിട്ടാണ് പെരിന്തൽമണ്ണയിൽ രാഷ്ട്രീയ പ്രവർത്തനം. അതിന്ന് വ്യത്യസ്തമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആരെയാണ് കുഴിച്ചു മൂടാൻ പോകുന്നതെന്നുള്ളത് അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ഇരിക്കുമ്പോൾ പറയാം. UDF LDF നേതാക്കൾക്കിടയിൽ പെരിന്തൽമണ്ണയിലെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം MLAയ്ക്ക് അറിയില്ലെന്നും ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ A നസീറ, K ഉണ്ണികൃഷ്ണൻ, MM മുസ്തഫ, MK ശ്രീധരൻ, M രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.